പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സയൻസിൻ്റെ 240 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ പീറ്റർ ജൂലിയൻ എമൻറ്റിന് ശേഷം ഈ ആഴ്ച വിശുദ്ധ ജോൺ മരിയ വിയാനിയെക്കുറിച്ചാണ്. 1786 ഫ്രാൻസിലെ ഡാർഡിലിയിലാണ് വിശുദ്ധ ജോൺ വിയാനി ജനിച്ചത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലത്ത് മതപരമായ വിദ്യാലയങ്ങളും ദേവാലയങ്ങളും അടയ്ക്കപ്പെട്ടിരുന്ന ഒരു സമയമായിരുന്നു അത്. കൂടാതെ അക്കാലത്ത് പുരോഹിതന്മാർക്ക് അഭയം നൽകുന്നവരെ തടവിലാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഫ്രാൻസിലെ ഡാർഡിലിയിലെ വിയാനികളുടെ തോട്ടത്തിൽ അവർ പുരോഹിതർക്ക് അഭയം നൽകിയിരുന്നു. വിശുദ്ധനെ പ്രഥമ ദിവ്യീകരണത്തിനായി തയ്യാറാക്കിയത് അതിലുൾപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു. ഒരിക്കൽ തന്റെ പിതാവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കെ ജോൺ കളിമണ്ണ് കൊണ്ട് മാതാവിന്റെ ഒരു പ്രതിമയുണ്ടാക്കി. അതൊരു പഴക്കമുള്ള വൃക്ഷത്തിന്റെ പൊത്തിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവൻ ഇപ്രകാരം അപേക്ഷിച്ചു: പ്രിയപ്പെട്ട മറിയമേ, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. അങ്ങ് യേശുവിനെ അവന്റെ ആലയത്തിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുവരണമേ. എക്വിലയിലുള്ള തന്റെ അമ്മായിയെ സന്ദർശിച്ച വേളയിൽ തന്റെ അമ്മായി അവിടുത്തെ ഇടവക വികാരിയെ പ്രശംസിക്കുന്നത് ജോൺ കേട്ടു. ഒരു പുരോഹിതനാവാനുള്ള തന്റെ ദൈവനിയോഗത്തെപ്പറ്റി ആ പുരോഹിതന്റെ ഉപദേശമായി ജോൺ നിശ്ചയിച്ചു. സംസാരത്തിലും വിദ്യാഭ്യാസത്തിലും കുറവുകളുണ്ടായിരുന്ന ആ യുവാവിനെ ആ പുരോഹിതൻ ശരിയായി തന്നെ വിലയിരുത്തി. പക്ഷേ ആ പുരോഹിതൻ ചോദിച്ച ശാസ്ത്രപരമായ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകുവാൻ ജോണിന് കഴിഞ്ഞില്ല. എന്നാൽ വേദോപദേശപരമായ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ജോണിന്റെ മുഖം ദീപ്തമായി. മതപരമായ എല്ലാ ചോദ്യങ്ങൾക്കും തന്റെ പ്രായത്തിലും കവിഞ്ഞ രീതിയിൽ അവൻ ശരിയായ ഉത്തരങ്ങൾ നൽകി. സന്തോഷവാനായ ആ പുരോഹിതൻ ഇത് സ്വർഗത്തിൽ നിന്നുമുള്ള ഒരു അടയാളമായി കണക്കിലെടുത്തു. നീ ഒരു പുരോഹിതനായി തീരും എന്ന് പ്രവചിക്കുകയും ചെയ്തു. കഴിവുകളുടെയും വിദ്യാഭ്യാസത്തിന്റെയും കാര്യത്തിൽ അപര്യാപ്തകൾ ഉണ്ടായിരുന്നെങ്കിലും 1815 ജോണിന് പൗരോഹിത്യ പട്ടം ലഭിച്ചു. 3 വർഷത്തോളം എക്വിലയിൽ ചെലവഴിച്ചതിന് ശേഷം വിശുദ്ധൻ ആർസിലെ ഇടവക വികാരിയായി നിയമിതനായി. തന്റെ ജീവിതത്തിലെ 42 വർഷങ്ങളോളം പ്രാർത്ഥനയും സഹനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമായി വിശുദ്ധൻ ഇവിടെയാണ് ചെലവഴിച്ചത്. നിരവധി ആത്മാക്കളെ നേർവഴിക്ക് നയിക്കുന്നതിൽ വിജയം കൈവരിച്ചതിനാൽ ക്രിസ്തീയ ലോകത്തിൽ പൂർണ്ണമായും വിശുദ്ധൻ പ്രസിദ്ധി ആർജിച്ചിരുന്നു. ഒരു നല്ല അജപാലകനായിരുന്നു ജോൺ. ജോണിന്റെ മതപ്രബോധനങ്ങൾ കേൾക്കുവാൻ നിരവധി പേർ തടിച്ചുകൂടുമായിരുന്നു. തികഞ്ഞ തപോനിഷ്ഠയോടുകൂടി ജീവിതമാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി നയിച്ചത്. ജീവിതത്തിലെ എല്ലാ തുറയിൽ നിന്നുമുള്ള ആളുകൾ വിശുദ്ധന്റെ ഉപദേശത്തിനായി അദ്ദേഹത്തെ സമീപിച്ചു. തന്റെ സമൂഹത്തിലും ചുറ്റുപാടിലും ഉളവാക്കിയ ആത്മീയ രൂപാന്തരീകരണം അദ്ദേഹത്തിന്റെ പുരോഹിത വൃത്തിയെ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടാനിടയാക്കി. പാപികൾക്കും ദരിദ്രർക്കും ഒരുപോലെ വിശ്രമമില്ലാത്ത സേവനം ചെയ്തുകൊണ്ട് ആർസിൽ വെച്ചാണ് വിശുദ്ധൻ മരണപ്പെടുന്നത്. വിശുദ്ധ പിയൂസ് 10 പാപ്പയാണ് ജോൺ വിയാനിയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നത്. പിയൂസ് 11 പാപ്പയാണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. പുരോഹിതരുടെ മധ്യസ്ഥനായി അദ്ദേഹത്തെ സഭ വണങ്ങുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. നമ്മെ ഒത്തിരിയേറെ കരുതുന്നവനാണ് നമ്മുടെ ദൈവം. എന്നാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഏറുമ്പോൾ ആ കരുതലിനെ നാം മറന്നുപോകുന്നു. തന്റെ പുത്രനെ നൽകാൻ തക്കവിധം ദൈവം നമ്മെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്. ഇത്രത്തോളം നമ്മെ സ്നേഹിക്കുന്ന അവൻ ഒരിക്കലും ഒരു പ്രതിസന്ധികളിലും നമ്മെ ഉപേക്ഷിക്കുകയില്ല. ഈ പ്രത്യാശയിൽ ജീവിച്ചാൽ ഒരിക്കലും നാം നിരാശയിൽ അകപ്പെടുകയില്ല. ഇപ്രകാരം അവന്റെ സംരക്ഷണത്തിൽ ആശ്രയിച്ച് നമുക്ക് സന്തോഷപൂർവ്വം ജീവിക്കാം. ഏവർക്കും നന്ദി.